വിനോദസഞ്ചാരത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ഇന്ത്യക്കാരുണ്ട്. ഇതിൽ ചിലരുടെയെങ്കിലും ധാരണ ഈ വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്ന സ്ഥലത്ത് എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണ്. അത്തരത്തിൽ വിയറ്റ്നാം യാത്രക്കിടെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പങ്കുവച്ച ഒരു വീഡിയോ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം നേടുകയാണ്. അതാദ്യം കാണാം. അസ്മ നുസ്രത്ത് ചേരുന്നുണ്ട് തത്സമയം. അസ്മ, ശരിക്കും വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം സുരക്ഷയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് ഈ പരിപാടി കാണിക്കുന്നത് ശരിക്കും മോശമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വിനോദസഞ്ചാരത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കാനായിക്കോട്ടെ, ജോലിക്കായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങൾക്കായി വിദേശത്ത് പോകുന്ന ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ് തീരെയേ ഇല്ല എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങൾ ഈ അടുത്ത കാലത്തായി പോലും കേട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു സംഭവം വരുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഹിമ, ഈ അടുത്ത കാലത്തായി നമ്മൾ ഹിമ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിലും മറ്റു റീലുകളിലൊക്കെ വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നു. സിവിക് സെൻസ് എന്നതിനെക്കുറിച്ചുള്ളൊരു റീൽ നമ്മളെല്ലാം വ്യാപകമായി പ്രചരിച്ചതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു യുവതി നടന്നു പോകുന്നു, അതിന് പിന്നെ ഒരു വീഡിയോ എടുക്കുന്നു, അതിന് സ്വന്തമായിട്ടൊരു വീഡിയോ എടുക്കുന്നതിന് പിന്നാലെ ഒരു പിറകിലൂടെ ഒരു യുവാവ് നടന്നു പോകുമ്പോൾ സീറോ സിവിക് സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള ഈ ദൃശ്യം കാണുമ്പോഴും നമ്മൾക്ക് ആദ്യം തന്നെ പറയാനും ഓർമ്മ വരുന്നത്. അതായത് സീറോ സിവിക് സെൻസ് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത്. അതായത് വിയറ്റ്നാമിലെ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ എയർപോർട്ടിലെ അതീവ സുരക്ഷാ മേഖലയായ ടാർമാക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഈ എയർപോർട്ടിലെ ഫ്ലൈറ്റുകളും മറ്റും വന്നാൽ അവരെ ആളുകളെയൊക്കെ കയറാനും മറ്റും അതുപോലെ ഫ്ലൈറ്റുകളും മറ്റും പാർക്ക് ചെയ്യുന്നതൊക്കെ ഒരിടമാണ്. അവിടെയാണ് ഈ ഒരു വിനോദസഞ്ചാരികൾ നൃത്തം ചെയ്യുന്നത്. അതായത് ഗുജറാത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണിത്. അവർ വിയറ്റ്നാമിൽ എത്തുന്നു, ആ എയർപോർട്ടിൽ വെച്ച് ഗർഭ നൃത്തം അവതരിപ്പിക്കുന്നതാണ് കാണുന്നത്. ഒരു കൂട്ടം ആളുകളുണ്ട്, കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുണ്ട്. അവരെല്ലാം പാട്ടൊക്കെ വെച്ച് ഉച്ചത്തിൽ അങ്ങനെ ഡാൻസ് കളിക്കുന്നു. പക്ഷെ അവർ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇതൊരു വലിയ വിമർശനം നേരിടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം ഇതിന് ഈ വ്യാപകമായ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനമാണ് ആളുകളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ രീതികളുണ്ട്, അവിടുത്തെ മര്യാദകളുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു പൗരബോധമുണ്ട്. അത് ഇവരെല്ലാവരും കാണിക്കണമെന്നാണ് ആളുകൾ വിമർശനമായിട്ട് ഇതിൻ്റെ താഴെയൊക്കെ വരുന്ന കമൻറ്റുകളിൽ പറയുന്നത്. അതായത് തീരെ പൗരബോധമില്ലാതെ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയായി പോയി എന്ന രീതിയിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. അതേസമയം ഈ ഒരു ഇന്ത്യൻ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ, ഗർഭ നൃത്തം ഒക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കാണിക്കുന്നത് അതൊരു നമ്മുടെ നാട്ടിലെ ഒരു ആഘോഷം, അതിനെ പുകഴ്ത്തുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കൂടെ അധികം ആളുകളും വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കമൻറ്റുകൾ ഇട്ടിട്ടുള്ളത്. ഏതായാലും ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തെ രീതികളോട് പൊരുത്തപ്പെട്ട് ആ രീതിയിൽ ആ രാജ്യത്തെയും അവിടെയുള്ള ആളുകളെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം പെരുമാറാൻ എന്നുള്ളതാണ് നമ്മൾക്കെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതൊരു രാജ്യത്ത് ചെന്നാലും അവിടുത്തെ രീതികളോട് പൊരുത്തപ്പെട്ട് നമ്മളെല്ലാം പോകുന്നത് ആ ഒരു രാജ്യം കാണാനും അവിടുത്തെ സംഭവങ്ങളെല്ലാം അനുഭവിച്ചറിയാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ നാടിനെ പറയിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മൾ നാട് എങ്ങനെയാണ്, ഇപ്പോൾ ഇന്ത്യയിൽ ചെന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് അതിൻ്റെ മോശം ഒരു പേരുദോഷം വരുന്നത്. അതുപോലെ എല്ലാവരും, ഇനിയുള്ള യാത്രക്കാരെല്ലാവരും, നമ്മൾ പോകുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം. ഏതൊരു രാജ്യത്താണെങ്കിലും തിരിച്ച് അവിടെ നിന്നും ഇങ്ങോട്ട് ആളുകൾ എത്താറുണ്ട്, ഇവിടെ നിന്നും നമ്മളെ പല രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പൗരബോധമുള്ള ആളുകളൊക്കെ ആയി അത്യാവശ്യം നല്ല മര്യാദയോടുകൂടിയൊക്കെ പെരുമാറിയാൽ നല്ലതെന്ന് തന്നെ വേണം പറയാൻ. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം ഇവരെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വകവെക്കാണ്ട് ഈ ഡാൻസ് കളിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു പൗരബോധമുള്ള ആളുകളായിട്ട് എല്ലാവരും മാറിയാൽ നല്ലതെന്ന് തന്നെയാണ് ഹിമ പറയാനുള്ളത്. തീർച്ചയായും അസ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും കലയും ഒക്കെ നമുക്ക് മുറുകെ പിടിക്കാം. പക്ഷെ അതിനുള്ള വേദി ആ വിമാനത്താവളമല്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ചിലരെങ്കിലും ചെയ്യുന്ന ഈ മോശം പ്രവൃത്തി കൊണ്ട് മൊത്തം ഇന്ത്യക്കാർക്കാണ് നാണക്കേടുണ്ടാകുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ശരി അസ്മ.